ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽകാഫിരീന സഈറാ. വലില്ലാഹി മുൽകുസ് സമാവാതി വൽ അർദ് يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما. ولله ملك السماوات والأرض يغفر لمن يشاء ويعذب من يشاء وكان الله غفورا رحيما. سيقول المخلفون إذا انطلقتم إلى مغانم لتأخذوها ذرونا نتبعكم يريدون أن يبدلوا كلام الله قل لن تتبعونا كذلكم قال الله من قبل فسيقولون بل تحسدوننا بل كانوا لا يفقهون إلا قليلا. بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك المجتبى وحبيبك المرتضى نبينا محمد وعلى آله وأصحابه وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ആയത്ത് വരെ അല്ലേ, ബൽ ظننتم أن لن ينقلب الرسول والمؤمنون إلى أهليهم أبدا وزين ذلك في قلوبكم وظننتم ظن السوء وكنتم قوما بورا. അതുവരെയാണ് വിശദീകരിച്ചത്. അതിൽ പറഞ്ഞത് എന്താണ്, എന്താ ആയത്തിൻ്റെ ആശയം? ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത് ഈ ആയത്ത്? പിന്തി നിന്നവർ ആരാ? അറാബികൾ. മുനാഫിഖീങ്ങളല്ല, അറാബികൾ. അവരെ ഒന്നായിട്ട് മുനാഫിഖ് എന്ന് വിധിക്കാൻ പറ്റൂല. കാരണം അവർ പോയിട്ടന്നല്ല, മുനാഫിഖീങ്ങൾ കൂടെ പോയി. അതാണ് മുനാഫിഖീങ്ങളും ഇതും തമ്മിൽ വ്യത്യാസം. ഇതിലും നിഫാഖുള്ളവരുണ്ടാവും, പക്ഷേ മുനാഫിഖീങ്ങൾ കൂടെ പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് വലൗ ഖറജു ഫീകും മാ സാദൂകും ഇല്ലാ ഖബാല. കൂടെ വരുന്നിട്ട് ഒപ്പം നടന്ന് പ്രശ്നം ഉണ്ടാക്കും. അതേസമയം ഇവർ പുറപ്പെട്ടിട്ടില്ല. ഇവരവിടെ പുറപ്പെടാൻ പറഞ്ഞു, പക്ഷെ ഇവർ പുറപ്പെട്ടില്ല. അതാണ് നമ്മൾ പറഞ്ഞ അറേബ്യൻ ഗോത്രങ്ങൾ. ഏതൊക്കെ അറേബ്യൻ ഗോത്രങ്ങൾ? അസ്ലം, അഷ്ജഅ, ജുഹൈന, മുസൈന, അസ്ജഅ, ദീൽ, ഗഫാർ തുടങ്ങിയ ഗോത്രങ്ങൾ. 6 ഗോത്രങ്ങളല്ലേ പറഞ്ഞേ? ദീൽ, ഗിഫാർ, അസ്ലം, അസ്ജഅ, ജുഹൈന, മുസൈന, ഈ 6 ഗോത്രങ്ങൾ. അവരുടെ അവസ്ഥ പറയാണ്. മക്കക്കാർ മദീനയിൽ വന്ന് ഉഹദിൽ വെച്ചിട്ടാണ് ആരെ തോൽപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിച്ചത്. തോൽവി നടത്തണമെങ്കിൽ അവരുടെ ഭാഷ്യത്തിൽ, അല്ലെങ്കിൽ ഉഹദിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് പരാജയം വന്നു, ശരിയാണ്. പക്ഷേ പരാജയം ആഘോഷിക്കുവാൻ ശരിക്കും അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതേപോലെ തന്നെ മദീനയിലുള്ള മുസ്ലിമീങ്ങളെയും അവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? ഉന്മൂലനാശം വരുത്തേണ്ടിയിരുന്നു. പക്ഷെ അതവർക്ക് സാധിച്ചില്ല. അവർ കിട്ടിയതുകൊണ്ട് മടങ്ങുക ചെയ്തത്. ബദറിൽ 70 മുശ്രിക്കുകൾ വധിക്കപ്പെട്ടു. അതിന് പകരം ഇവിടെ 70 മുസ്ലിമീങ്ങൾ ഷഹീദായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് പറയാനുള്ള എന്തില്ല, ഒരു വിജയമല്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും വഴിയിൽ നിന്ന് മടങ്ങി വരാൻ തീരുമാനിച്ചത്. നമ്മൾ പൊട്ടന്മാരായല്ലോ എന്നുള്ളത് അവർക്ക് തോന്നിയിങ്ങനെ വയ്ക്കുന്നത്. ഏതായാലും ഈ അറാബികൾ വിചാരിച്ച എന്താണ്, മക്കക്കാർ മദീനത്ത് എത്തിയിട്ട് മുഹമ്മദിനെ തോൽപ്പിച്ചിരിക്കണ്. ആ മക്കക്കാരുടെ അടുക്കലേക്കാണ് ഇനി മുഹമ്മദ് എന്ത് ചെയ്യണത്? നിരായുധനായിട്ട് ചെല്ലണത്. അപ്പോൾ ഒരിക്കലും ലൻ യൻഖലിബർ റസൂലു വൽ മുഅ്മിനൂന ഇലാ അഹ്ലിഹിം അബദ, ഒരിക്കലും മുഹമ്മദും
കൂടെ ഉള്ള വിശ്വാസികളും മദീനയിലേക്ക് മടങ്ങില്ല എന്ന് അവർ ധരിച്ചു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നത്. വസുയ്യിന ദാലിക ഫീ ഖുലൂബികും വദനൻതും ദന്നസൗ വകുൻതും ഖൗമൻ ബുറ. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തി പറയാണ്, ഒക്കെ ഹുദൈബിയയുടെ പശ്ചാത്തലത്തിലുണ്ടല്ലോ, ഹുദൈബിയയുമായി ബന്ധപ്പെട്ട് പിന്നെ അവതീർണമായിട്ടുള്ള ആയത്തുകളാണ്. മനസ്സിലായി? അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ചരിത്രങ്ങളിലേക്ക്, ഭാവിയിൽ വരാനിരിക്കുന്ന ചില ചരിത്രങ്ങളിലേക്കും ഇതിലൂടെ എന്ത് വെളിച്ചം വീശുന്നുണ്ട്. അള്ളാഹു പറയാണ്, വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ. എന്താ വമൻ ലം യുഅ്മിൻ ബില്ലാഹ്? ലം യുഅ്മിൻ ബില്ലാഹ് എന്താ? മൻ എന്ന് പറഞ്ഞാൽ വല്ലവരും, വാവ് ഇസ്തിനാഫിയ. വമൻ വല്ലവരും, ലം യുഅ്മിൻ ബില്ലാഹ് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, വിശ്വസിച്ച് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, വറസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിനെയും, വല്ലവരും അള്ളാഹുവെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും വിശ്വസിച്ച് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഫഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീൻ സഈറ. ഫ ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ഫ എന്നുള്ളത് ഇവിടെ ഇമ്മൻ വന്നില്ലേ, മൻ ഷർത്താണ്, ഷർത്ത് ചെയ്യാണ്. അതുകൊണ്ട് അതിൻ്റെ ജവാബ് ഫ ഇന്ന തീർച്ചയായും നമ്മൾ അഅ്തദ്നാ എന്ന് പറഞ്ഞാൽ അഅദ്ദ എന്നുള്ളതാണ്. അഅ്തദ്നാ നാം ഒരുക്കിയിരിക്കുന്നു. അഅ്തദ്നാ അഅ്തദ്നാ നാം ഒരുക്കിയിരിക്കുന്നു ലിൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക് സഈറൻ. സഈർ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന നരകത്തി. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. സഈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. പിന്നെ റസൂലിലുള്ള വിശ്വാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? വല്ലവരും അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ഫഇന്ന അഅ്തദ്നാ ലിൽ കാഫിരീൻ കാഫിരീങ്ങൾക്ക് നാം ഒരുക്കിയിരിക്കുന്നു സഈറൻ നരകത്തീൻ എന്നാണ്. അപ്പോൾ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കാത്തവൻ ആരാണ്? അവൻ കാഫിറാണ്. അത്തരം കാഫിരീങ്ങൾക്കാണ് സഈറിനെ ഒരുക്കിയിട്ടുള്ളത് എന്നാണ്. അള്ളാഹുവെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനെ വിശ്വസിക്കുന്നതിൻ്റെ 4 അടിസ്ഥാനങ്ങൾ. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് അള്ളാഹുവിൻ്റെ വുജൂദ്. എന്താ വുജൂദാണ്? അള്ളാഹുവിൻ്റെ ഉണ്മയിലുള്ള വിശ്വാസമാണ് അല്ലേ? അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കണ്ടേ? അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കണം. പിന്നെ രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിലുള്ള വിശ്വാസമാണ്. എന്താ റുബൂബിയ്യത്തിലുള്ള വിശ്വാസം? അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹുവാണ് സൃഷ്ടി പരിപാലകൻ തുടങ്ങിയുള്ള വിശ്വാസം. അതാണ് റുബൂബിയ്യത്തിലുള്ള വിശ്വാസം. പിന്നെ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസമാണ്. എന്താ ഉലൂഹിയത്തിലുള്ള വിശ്വാസം? അള്ളാഹു ഉള്ളവനാണ്, അള്ളാഹുവാണ് സൃഷ്ടി പരിപാലകനും സൃഷ്ടി നിയന്താവും. അതുകൊണ്ട് അവനാണ് എന്തർഹിക്കണത്? അവനാണ് ഉലൂഹിയത്ത്, ഉബൂദിയത്ത്, ആരാധന അർഹിക്കുന്നത്. അതുകൊണ്ട് അവനെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആരാധിക്കാൻ പാടുള്ളൂ. അതാണ് അള്ളാഹുവിൻ്റെ വിശ്വാസം. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഊർജ്ജ രൂപമല്ല. പിന്നെ അള്ളാഹ്ക്കൊരു ഉണ്മയുണ്ട്. ആ ഉണ്മയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് നാമങ്ങളുണ്ട്. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് എന്തുണ്ട്? അള്ളാഹ്ക്ക് വിശേഷണങ്ങളുമുണ്ട്. അള്ളാഹ്ക്ക് വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാര്യങ്ങളിലുള്ള വിശ്വാസമാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം. കാരണം അള്ളാഹുവിനെ നിരാകരിക്കുന്നവരും നിഷേധിക്കുന്നവരും ഉണ്ട് ലോകത്ത്. അതേപോലെ തന്നെ ഈ അള്ളാഹുവാണ് സൃഷ്ടി പരിപാലകനും സൃഷ്ടി നിയന്ത്രിക്കുന്നവനും സൃഷ്ടിയെ സംഹരിക്കുന്നവനും. അപ്പോൾ അള്ളാഹാണ് ഖാലിഖ്, അള്ളാഹുവാണ് റാസിഖ്, അള്ളാഹുവാണ് മുഹീ മുമീത്ത്. ഇതൊക്കെ ഉണ്ടല്ലോ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ. ഈ വിശ്വാസമൊക്കെയാണ് റുബൂബിയ്യത്തിലുള്ള വിശ്വാസം. രക്ഷാകർതൃത്വം അതിലുള്ള വിശ്വാസം. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു അള്ള ഉണ്ട്, അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് പരിപാലിക്കുന്നത്, അവനാണ് അന്നം നൽകുന്നത് എങ്കിൽ ആ അള്ളാഹുവാണ് എന്താ അർഹിക്കണത്? ആരാധന അർഹിക്കണത്. അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് ദുആ ചെയ്യാവൂ,
അവനോട് സഹായാർത്ഥനാകാവൂ, അവനെ നമസ്കാരാകാവൂ, അവനെ പ്രണാമാകാവൂ. ഇതാണ് ഉലൂഹിയത്ത്. ഉലൂഹിയത്ത് അർഹിക്കുന്ന അള്ളാഹു ആണ് എന്നുള്ള വിശ്വാസം. അതേപോലെ തന്നെ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് കുറേ പേരുകളുണ്ട്. അത് അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കുറേ വിശേഷണങ്ങളുണ്ട്. റഹ്മക്കല്ലാഹ്, കുറേ വിശേഷണങ്ങളുണ്ട്. ആ വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞ വിശേഷണങ്ങളാണ്. അത് അള്ളാഹുവിൻ്റെ സത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷണങ്ങളാണ്. അള്ളാഹ്ക്ക് ഹയാത്ത്, ജീവനുണ്ട്, അള്ളാഹുക്ക് ഇൽമുണ്ട്, അള്ളാഹുവിന് ഉണ്ട്, അള്ളാഹുവിന് ബസറുണ്ട്, ഉണ്ട്, തുടങ്ങി കുറേ വിശേഷണങ്ങൾ അള്ളാഹ് പറഞ്ഞില്ലേ. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സത്ത കൊണ്ട് അർശിന് മീതെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ ഒരു ഭാഗമാകുമ്പോൾ പിന്നെ തൊട്ടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇതൊക്കെ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് അള്ളാഹിൻ്റെ സിഫാത്തുകൾ, ഇസ്മുകൾ. ഇതൊക്കെ അള്ളാഹുവിന് നമ്മൾ വിശ്വസിക്കലാണ് എന്ത്? അള്ളാഹുവിനുള്ള വിശ്വാസം. അള്ളാഹുവിനുള്ള വിശ്വാസം, അല്ലാതെ അള്ളാഹ് ഇവിടെ ഒരു അള്ളാഹ് ഉണ്ട് എന്നുള്ള മാത്രമല്ല. ഇതൊക്കെ അള്ളാഹുവിനുള്ള വിശ്വാസമാണ്. അതാണ് വമൻ യുഅ്മിൻ ബില്ലാഹ്, വല്ലവരും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ, വ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ചാൽ. എന്താ ഈ റസൂലിലുള്ള വിശ്വാസം? എങ്ങനെ റസൂലിൽ വിശ്വസിക്കുക? അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ റസൂൽ കുറേ വൃത്താന്തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വൃത്താന്തങ്ങളിൽ ആ റസൂലുള്ളാഹിനെ എന്ത് ചെയ്യണം? സത്യപ്പെടുത്തണം, അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കുറേ കൽപ്പനകളും വിരോധങ്ങളും ആര് കൊണ്ടുവന്നിട്ടുണ്ട്? അള്ളാഹുവിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നതിനെ നമ്മൾ സത്യപ്പെടുത്തണം, സാക്ഷാത്കരിക്കണം. അതാണ് ആരിലുള്ള വിശ്വാസം? റസൂലിലുള്ള വിശ്വാസം. റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിയോഗിതനാണ്, നബിയാണ്, റസൂലാണ്. അതേപോലെ അന്ത്യപ്രവാചകനാണ്. കുറേ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനകളായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൽപ്പനയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് പറയല അല്ല, പിന്നെയോ കൽപ്പനകളെ നമ്മൾ ഉൾക്കൊള്ളണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ നിന്ന് കുറേ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. മിഅ്റാജിൻ്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകങ്ങൾക്കുപരിയിലേക്ക് അള്ളാഹു കൊണ്ടുപോയി. എന്നിട്ട് അവിടെ കണ്ട കാഴ്ചകൾ അതൊക്കെ നമുക്ക് കാണുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പല കാര്യങ്ങളും കണ്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് സംസാരിച്ചു. പല വിഷയങ്ങളും നമുക്ക് വന്നിട്ട് പറഞ്ഞു തന്നില്ലേ. നമ്മളൊക്കെ എന്ത് ചെയ്യണം? അതിൽ റസൂലുള്ളാഹിനെ വിശ്വസിക്കണം, സത്യപ്പെടുത്തണം, അംഗീകരിക്കണം. സത്യപ്പെടുത്തേണ്ട വാർത്തകളെ സത്യപ്പെടുത്തുക, സാക്ഷാത്കരിക്കേണ്ട പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെ പ്രാവർത്തികമാക്കുക. ഇങ്ങനെയാണ് ആരിൽ വിശ്വസിക്കേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ അതാണ് വമൻ ലം യുഅ്മിൻ ബില്ലാഹി വ റസൂലി, അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. വല്ലവരും അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവരാരാ? അവർ കാഫിരീങ്ങളാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ കാഫിരീങ്ങളാണെന്ന് പറയാതെ അവർ കാഫിരീങ്ങളാണെന്നും അവർക്ക് എന്താണ് ഉള്ളതെന്നും എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്താ അള്ളാഹു അവർക്കുള്ളത്? റഹ്മക്കല്ലാഹ്, എന്താ അവർക്കുള്ളത്? ഫഇന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും നാം അഅ്തദിന, നാം ഒരുക്കിയിരിക്കുന്നു, ലിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് സഈറൻ. സഈർ എന്തിനാ സഈർ? സഈർ എന്ന് പറഞ്ഞാൽ ജ്വാലകളാണ്. സഈർ എന്ന് പറഞ്ഞാൽ ജ്വാല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജഹന്നം, നാർ അല്ലേ, നരകത്തെയാണ് ഒരുക്കിയത്. പക്ഷെ നരകത്തെ എന്ന് പറയാതെ അള്ളാഹു ഇവിടെ സഈർ എന്നാണ് പറഞ്ഞത്. സഈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകം കത്തിയാളുന്ന നരകാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുല്ലമാ ഖബത്, നരകത്തി കത്തി അടങ്ങുമ്പോഴെല്ലാം സിദ്നാഹും സഈറ എന്നാണ്. അള്ളാഹു നരകത്തിന് സഈറിനെ ഏറ്റിക്കൊടുക്കുന്നതാണ്. സഈർ എന്ന് പറഞ്ഞാൽ ജ്വാലകൾ. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഈർ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചിലയിടത്ത് പറഞ്ഞ് ലള. എന്താ ലള? ലള എന്ന് പറഞ്ഞാലും ജ്വാലയാണ്. കല്ല ഇന്നഹാ ലള നസ്സാഅതൻ ലിശ്ശവ തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഔഅ. കല്ല, ആളുകൾ ജൽപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ എല്ലാ കാര്യം. ഇന്നഹ, തീർച്ചയായും നരകത്തി, ലള. ലള എന്ന് പറഞ്ഞാൽ എന്താ? അത് ജ്വാലയാകുന്നു എന്നാണ്. ഫഅൻദർതുകും നാറൻ തലവ. ഫഅൻദർതുകും, ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകുന്നു, നാറൻ, നരകത്തീനെ. ആ നരകത്തീൻ്റെ പ്രത്യേകത എന്താ?
തെലംബ എന്ന് പറഞ്ഞാൽ ജ്വാലയായി കത്തിയാളുന്ന നരകമാകുന്നു എന്നുള്ളത്. അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. അപ്പോൾ വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ. അല്ലാഹു പിന്നെ തുടർത്തി പറയുന്നത് വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. ഇവിടെ ഈ ആയത്തിനെ തുടർന്ന് എന്തിനാണ് വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ എന്ന് പറഞ്ഞത്? ഈ സംഭവത്തിന്റെ സാഹചര്യത്തിൽ ഇത് പറഞ്ഞത് എന്തിനാ? ആരാണ് നിങ്ങളിൽ ഫഖീഹ്, മുഫസ്സിർ, ഷാരിഹ്? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ നിയോഗിച്ചത് എന്തിനാ? ഈ ദീനിനെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പൂർത്തിയാക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് റസൂലിലൂടെ ഈ ദീനിനെ പൂർത്തിയാക്കാനാണ്. അതുകൊണ്ട് റസൂൽ എന്ത് ചെയ്യണം? ഇവിടെ ജീവിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കും. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് വല്ലാഹു യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ആരെ കാക്കും? റസൂലുള്ളാഹിനെ കാക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ പിന്നെ ഉന്മൂലനാശം വരുത്തുക എന്നുള്ളതില്ല. ആദ്യകാലത്തൊക്കെ റസൂലുള്ളാഹി ചെയ്തിരുന്നു. പിന്നെ സെക്യൂരിറ്റിനൊക്കെ നിർത്തിയിരുന്നു രാത്രി. കാരണം ഈ വിഷപ്പാമ്പുകൾ മദീനയിൽ ഇങ്ങനെ ഇഴഞ്ഞു നടത്തിയിരുന്ന മുനാഫിക്കുകളും ജൂതന്മാരായിട്ട് കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ കാവൽക്കാരെ നിയോഗിച്ചിരുന്നു. പക്ഷെ വല്ലാഹു യഅസിമുക മിനന്നാസ് എന്ന ആയത്തിറങ്ങിയതിൽ പിന്നെ റസൂലുള്ളാഹിക്ക് അതിൻ്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിരുന്നു? അങ്ങനത്തെ കാവൽക്കാരെ രാത്രി സമയങ്ങളിലൊക്കെ വിശിക്ഷ ഒഴിവാക്കിയിരുന്നു. അള്ളാഹു റസൂലുള്ളാഹിനെ സംരക്ഷിക്കും, റസൂലുള്ളാഹിയിലൂടെ ഈ ദീന് പൂർത്തീകരിച്ചു കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ബാധ്യത എന്താ? അള്ളാഹുവിനെ വിശ്വസിച്ചിട്ട് അത് സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ ധാരണ വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്താ അവരുടെ ധാരണ എന്താ? അതായത് റസൂലുള്ളാഹി മക്കത്തേക്ക് പോയിട്ടുണ്ട്, റസൂലുള്ളാഹിനെ ഖലാസ് മക്കക്കാർ തട്ടും എന്നവർ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുവിൽ വിശ്വസിച്ചവരാകുമോ? ഇല്ല. റസൂലുള്ളാഹിയിൽ വിശ്വസിച്ചവരാകുമോ? ഇല്ല. അതാണ് വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സഈറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്നറിയിപ്പ് നൽകിയത്. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. വലില്ല വാവ് ഇതേപോലെ തന്നെ രാശയം വേർപ്പെടുത്താൻ എന്നുള്ള അർത്ഥത്തിൽ അതിനാണ് ഇസ്തിനാഫിന്റെ വാവ് എന്ന് പറയാം. ലില്ലാഹി അള്ളാഹുവിന് മാത്രവും ഉടമപ്പെട്ടതുമാകുന്നു. ലില്ല അവിടെ ലീ അള്ളാ എന്നാണ്. ലീ അവിടെ ലീ എന്നുള്ളത് ലാമുൽ മുൽക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ലാമുൽ ഇഖ്തിസാസ് എന്നൊക്കെ. അള്ളാഹുവിന് ഉടമപ്പെട്ടതും അള്ളാഹുവിന് മാത്രവുമാകുന്നു എന്ത്? മുൽക്കു സമാവാത്ത് വൽ അർദ്, സമാവാത്തിന്റെ മുൽക്ക് ആധിപത്യം, മുൽക്കാണ് ആധിപത്യം, വൽ അർദ് ഭൂമിയുടെയും. അപ്പോൾ ഭൂമിയുടെയും വാനങ്ങളുടെയും ആധിപത്യം ആർക്ക് മാത്രമാകുന്നു? അള്ളാഹുവിന് മാത്രമാകുന്നു. യഗ്ഫിറു ലിമൻ യശാ, യഗ്ഫിറു അള്ളാഹു പൊറുക്കും, ലിമൻ യശാ അള്ളാഹു ഉദ്ദേശിക്കുന്നവന്, അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ അള്ളാഹു പൊറുക്കും. വയുഅദ്ദിബു മൻ യശാ, വയുഅദ്ദിബു ശിക്ഷിക്കുകയും ചെയ്യും, മൻ യശാ അള്ളാഹു ഉദ്ദേശിക്കുന്നവന്, അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, വകാന അല്ലാഹ്, കാന അല്ലാഹ് അള്ളാഹു ആകുന്നു ഗഫൂറൻ, പാപം പൊറുക്കുന്നവനും പാപം മറക്കുന്നവനും, റഹീമൻ, റഹീമൻ കരുണ നൽകുന്നവൻ, കരുണ നൽകുന്നവൻ. ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഒരിക്കലും നൈരാശ്യത്തിൽ തള്ളണില്ല. ഇനി ഞങ്ങൾക്കൊന്നുമില്ല എന്നുള്ളത് ആളുകൾ ധരിച്ച് അള്ളാഹുവിൽ ആളുകൾ ഇച്ഛാഭംഗപ്പെടേണ്ട, നൈരാശ്യം കൊണ്ട് കഴിയേണ്ട ഒരവസ്ഥയല്ല. പിന്നെയോ ആളുകളിൽ നിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുൽക്കിലാണല്ല, അവൻ്റെ മുൽക്കിലാണല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പൊറുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു ആരെയാണ് പൊറുക്കാൻ ഉദ്ദേശിക്കുക? പൊറുക്കാൻ ഉദ്ദേശിക്കുക സ്വയം മാറ്റത്തിന് തയ്യാറാവുന്നവനെയാണ്. ആരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക? ആരാണ് സ്വന്തത്തെ നാശകർത്തത്തിലേക്ക് എറിയുന്നത്? അവനെയാണ് ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുക, അല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വാനങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ ആധിപത്യം ആർക്ക് മാത്രമുള്ളതാണ്? അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ആരും നിരാശപ്പെടേണ്ട കാര്യമല്ല. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ആരാണോ നന്നായി ജീവിക്കാൻ സ്വയം സന്നദ്ധനാകുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെന്ത് ചെയ്യും? കബൂലാക്കും, സ്വീകരിക്കും. അതേസമയം സ്വന്തത്തെ ഒരാൾ നാശത്തിലേക്ക് എറിയുകയാണെങ്കിലോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നോക്കി ആദ്യം പറഞ്ഞത് എന്താ? യഗ്ഫിറു ലിമൻ യശാ എന്നാണ്. പിന്നെയാണ് എന്ത് പറഞ്ഞത്? യുഅദ്ദിബു മൻ യശാ എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്താണ് മുൻകടന്നിട്ടുള്ളത്, അള്ളാഹിൻ്റെ ശിക്ഷയല്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ നബ്ബി ഇബാദി, നബ്ബി ഇബാദി, എൻ്റെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിനോട് കൽപ്പിക്കുകയാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുന്നത്? എൻ്റെ ദാസന്മാരോട് നീ പറഞ്ഞു കൊടുക്കണം, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം. പിന്നെയാണ് പറഞ്ഞത് വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. ഞാൻ ഗഫൂറും റഹീമുമാണ് എന്നത് ദാസന്മാരോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ നോവേറ്റുന്ന ശിക്ഷയാണ് എന്നതും പറഞ്ഞു കൊടുക്കണം. രണ്ടും വേണം. ഖൗഫും ഉണ്ടാക്കണം, റജാവും ഉണ്ടാക്കണം. റജാവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള പ്രത്യാശയും പ്രതീക്ഷയാണ്, അതും ഉണ്ടാക്കണം. അള്ളാഹുവിൽ പേടിയും ഭീതിയും ഉണ്ടാക്കണം. പക്ഷേ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് എന്താണ്? ഗഫൂറാണ്, റഹീമാണ് എന്നുള്ളതാണ്. ഗാഫിരി ദംബി ഖാബിലി തൗബ് ഷദീദിൽ ഇഖാബ് ദി തൗൽ ലാ ഇലാഹ ഇല്ലാഹു. അതാണ് അള്ളാഹിനെ കുറിച്ച് പറയുന്നത്. ഗാഫിരി ദംബ് ഖാബിലി തൗബ്. എന്താ? ഗാഫിരി ദംബ്, പാപം പൊറുക്കുന്നവനാണ്. ഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ്. പിന്നെ പറഞ്ഞത് ഷദീദിൽ ഇഖാബ്, ഷദീദിൽ ഇഖാബ്, ശിക്ഷ കഠിനമാക്കുന്നവനാണ്, കഠിനമായവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത്. അപ്പോൾ അത് ഇത്തരം പ്രയോഗങ്ങൾ നമുക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയും അതേപോലെ പ്രത്യാശയും സമ്മാനിക്കാനാണ് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്ദീം തഅഖീർ നിർവഹിക്കുന്നത് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യുഅദ്ദിബു മൻ യശാ, അള്ളാഹു അവന് ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അതിലുള്ള ഒരു പ്രധാനപ്പെട്ട പാഠം ഈ ഉലകത്തിൻ്റെ ഉടമസ്ഥതയും ആധിപത്യവും മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലക്കാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും അണു അളവ് ചെയ്യാൻ കഴിയില്ല, ആരും ഉദ്ദേശിച്ചാലല്ലാതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലല്ലാതെ. അള്ളാഹു ആർക്ക് അദാബ് ഉദ്ദേശിച്ചോ അവനാണ് അദാബ്. അള്ളാഹു ആർക്ക് മഗ്ഫിറത്ത് ഉദ്ദേശിച്ചോ അവനാണ് എന്ത്? മഗ്ഫിറത്ത്. നിങ്ങൾ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബൂ താലിബ് 42 വർഷം റസൂലുള്ളാഹിയോടൊപ്പം ഉണ്ടായി. 42 വർഷം റസൂലുള്ളാഹിയോടൊപ്പം ഉണ്ടായി. 42 വർഷം എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേറില്ല എന്നല്ല, പിന്നെ സംരക്ഷകനായിട്ടുണ്ടായി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8ാമത്തെ വയസ്സിലാണ്, റസൂലുള്ളാഹിൻ്റെ 8ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് റസൂലുള്ളാഹിനെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ആ 8 വയസ്സ് വരെ അബൂ താലിബ് ഉണ്ട്, പക്ഷേ അന്ന് അബ്ദുൽ മുത്തലിബും ഉണ്ട്. അപ്പോൾ സംരക്ഷണം ആരുടെ? അബ്ദുൽ മുത്തലിബിൻ്റെ അടുത്തായിരുന്നു. 8 വയസ്സ് മുതൽ റസൂലുള്ളാഹിൻ്റെ 50ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് മരിക്കുന്നത്. അതിൽ 10 വർഷം നുബുവത്തിൻ്റെ 10 വർഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി നിയോഗിച്ച് 10 വർഷം റസൂലുള്ളാഹിൻ്റെ കൂടെ ആരുണ്ട്? അബൂ താലിബുണ്ട്. പക്ഷേ ഈ അബൂ താലിബിന് എന്തില്ല? അബൂ താലിബിന് ഹിദായത്ത് കിട്ടിയില്ല. അയാൾ സ്വയം ഒരു മാറ്റത്തിന് അയാൾ തീരുമാനിച്ചില്ല. സത്യം ബോധ്യപ്പെട്ടു, പക്ഷെ പല കാരണങ്ങളാൽ അയാൾ സത്യത്തെ കൂട്ടാക്കിയില്ല. എന്താ സംഭവിച്ചത്? അബൂ താലിബ് കുഫ്റിൽ മരിച്ചു, നരകശിക്ഷ അനുഭവിക്കാൻ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിമിഷങ്ങൾ കണ്ട ചിലരുണ്ട്. 10 വർഷം റസൂലുള്ളാഹിനോടൊപ്പം ഉണ്ടായിട്ടില്ല. അബൂ താലിബ് നബിയായിട്ട് 10 വർഷം, നബി ആവുന്നതിന് മുമ്പ് 12 വർഷം. അബൂ താലിബ് റസൂലുള്ളാഹിനോട് ഒറ്റയാണ് ഒന്നിച്ചാ ജീവിക്കണം.
റസൂലുള്ളാഹിന്റെ രാവും പകലും അറിയുന്ന വ്യക്തിയാണ് അബൂ താലിബ്. രാവും പകലും എന്ന് പറയുന്നത് അത് ആ കൃത്യമായിട്ടുള്ള പ്രയോഗമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉറക്കി കിടത്തിയിട്ട് പിന്നെ റസൂൽ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തിയിട്ടായിരുന്നു അബൂ താലിബ് ഉറങ്ങിയിരുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇത്ര കാലം ജീവിച്ചിട്ട് അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിക്ക് അള്ളാഹുവിൽ നിന്ന് രക്ഷ വാങ്ങിക്കൊടുക്കാൻ അബൂ താലിബിന് വാങ്ങിക്കൊടുക്കാനും സാധിച്ചില്ല. കാരണം വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യവും ഉടമസ്ഥതയും അത് മേലായ റബ്ബിന് മാത്രമാണ്. മേലായ റബ്ബിന് മാത്രമാണ്, അത് അവന് പ്രത്യേകവുമാണ്. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം വരും. ഹുനൈനിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുമ്പോൾ പിന്നെ ഈ നിസ്കാര സമയമായി. അപ്പോൾ റസൂലുള്ളാഹി സഹാബിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുമ്പോൾ ഒരു സംഘം ആളുകൾ ഇവരുടെ മുസ്ലിമീങ്ങളുടെ ബാങ്ക് കളിയാക്കി അപ്പുറത്ത് ബാങ്ക് കൊടുക്കുക. ഒരു സംഘം ആളുകൾ കളിയാക്കിയിട്ട് ബാങ്ക് കൊടുക്കണം. അപ്പോൾ അവരെന്താണ്, മുശ്രിക്കുകളായ കുട്ടികളാണ്. അവർ മുസ്ലിങ്ങൾ ബാങ്ക് കൊടുക്കണ കേട്ടിട്ട് ആ ബാങ്കിനെ കളിയാക്കി അവിടെ ബാങ്ക് കൊടുക്കുകയാണ്. പക്ഷെ അതിലൊരു ബാങ്ക് വളരെ ശ്രദ്ധേയമാണ്. കളിയാക്കി കൊടുക്കുകയാണെങ്കിലും നല്ല ശ്രദ്ധേയമായ ബാങ്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥലം കഴിഞ്ഞ് ഉടനെ അവരൊക്കെ ആ കുട്ടികളൊക്കെ വിളിച്ച് വരുത്തി അങ്ങനെ വരിക്ക് നിർത്തിയിട്ട് ഓരോരുത്തരോടും ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ അബൂ മഹദൂറ ഉണ്ടായിരുന്നു. അബൂ മഹദൂറയാണ് ആ സുന്ദരമായിട്ട് ബാങ്ക് കൊടുക്കുന്ന ആൾ. മനസ്സിലായോ? അബൂ മഹദൂറ പറയുന്നത് എനിക്ക് ഏറ്റവും വെറുപ്പായിരുന്നു ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുഹമ്മദ് നബിയോട്. ബാങ്ക് കൊടുക്കാൻ പറഞ്ഞാൽ അവന് റസൂലുള്ളാഹിന്റെ ബാങ്ക് കെട്ടിൻ്റെ നെഞ്ഞത്ത് കൈവച്ച് ഇങ്ങനെ കൊട്ടി. അതോടുകൂടി എനിക്കൊരു സമാധാനം. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ വിശ്വസിച്ച് നബിയോട് പറഞ്ഞ് മക്കത്ത് പോയിട്ട് ഇനി മക്കത്ത് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മക്കയിൽ റസൂലുള്ളാഹിന്റെ ബാങ്കിയായിട്ട് ഈ അബൂ മഹദൂറ റസൂലുള്ള അവിടെ നിശ്ചയിച്ചു. എത്ര സമയം? വളരെ കുറഞ്ഞ ഒരു സമയം റസൂലുള്ളാഹിയോടൊപ്പം നിന്ന ആളാണ് ഈ അബൂ മഹദൂറ. പക്ഷേ റഹ്മത്തുള്ളാഹി ഇസ്ലാം സ്വീകരിച്ചു. അവിടെ ഇതൊക്കെ എന്താണ് അറിയിക്കുന്നത്? ഇത് അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ആധിപത്യത്തിലും നിയന്ത്രണത്തിലും കഴിവിലും പിടുത്തത്തിലാണ് ഈ ഉലകം മുഴുവൻ എന്നുള്ളതാണ്. നമ്മളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്തിനെ നന്നാക്കട്ടെ. പിന്നെ അപ്പോൾ പിന്നെ അതാണ് യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വകാന അല്ലാഹു ഗഫൂറർ റഹീമ. കാന അല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറാകുന്നു, റഹീമാകുന്നു. ഈ വാവിന് ചിലപ്പോൾ വാവുൽ ഇസ്തിനാഫ് എന്നോ വാവുൽ ഹാൽ എന്നോ ഒക്കെ പിന്നെ തഫ്സീറുകൾ കാണാം. പിന്നെ വാവുൽ ഇസ്തിനാഫ് എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പിന്നെ അനുബന്ധ വാചകം വേറെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു എന്ന അർത്ഥത്തിൽ. കാന അല്ലാഹു ഗഫൂറർ റഹീമ. അള്ളാഹു ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനും പാപങ്ങളെ മറക്കുന്നവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ നൽകുന്നവനുമാകുന്നു, കാരുണ്യം നൽകുന്നവനുമാകുന്നു. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇവരെക്കുറിച്ച് തന്നെയാണ്. ആരെക്കുറിച്ച് തന്നെ? നമ്മളുടെ മുഖല്ലഫൂൻ, ആറാബികൾ. സയഖൂലുൽ മുഖല്ലഫൂൻ ഇദൻ തലഖ്തും ഇലാ മഗാനിമ ലിതഖുദൂഹാ ദറൂനാ നത്തബിഉകും യുരീദൂന അൻ യുബദ്ദിലു കലാം അല്ലാഹ് ഖുൽ ലൻ തത്തബിഊന കദാലികും ഖാല അല്ലാഹു മിൻ ഖബ്ൽ ഫസയഖൂലൂൻ ബൽ തഹ്സുദൂനനാ ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീലാ. സയഖൂലുൽ മുഖല്ലഫൂൻ, മുഖല്ലഫീങ്ങൾ പറയും. ആരീ മുഖല്ലഫ്? പിന്തി നിന്നവർ. മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ മത്രൂക്ക് അല്ലേ? പിന്തള്ളപ്പെട്ടവൻ, ഉപേക്ഷിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നവർ ഇത് പിന്തി നിന്നവർ എന്നാണ്. പിന്തി നിന്നവർ സയഖൂൽ പറഞ്ഞേക്കും. സ യഖൂൽ, യഖൂലാണ് പറയും. സയഖൂൽ പറഞ്ഞേക്കും ഭാവിയിൽ. അപ്പോൾ ഇദൻ തലഖ്തും, ഇൻതലഖ്തും എന്ന് പറഞ്ഞാൽ ദഹബ്തും നിങ്ങൾ പോയി. ഇദൻ തലഖ്തും നിങ്ങൾ പോയാൽ, ഇദൻ തലഖ്തും നിങ്ങൾ പോയാൽ എവിടേക്ക്? ഇലാ മഗാനിമ ലിതഖുദൂഹാ. ഇലാ മഗാനിമ, മഗാനിം മഗ്നമിൻ്റെ ജമ്മാണ്. മഗ്നം എന്താ? മഗ്നം എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്തുക്കൾ. ഗനീമത്ത്, ഗനീമത്ത്. മഗ്നം, മഗ്നമത്ത്, മഗാനിം യുദ്ധാർജിത സ്വത്ത്.
മഗാനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജമ്മാണ്. യുദ്ധാർജിത സ്വത്തുക്കൾ. യുദ്ധാർജിത സ്വത്തുക്കളിലേക്ക് നിങ്ങൾ പോയാൽ മുഖല്ലഫു പറയും, നിങ്ങൾ സ്വീകരിക്കുവാൻ, എടുക്കുവാൻ, ഈ യുദ്ധാർജിത സ്വത്തുക്കൾ. യുദ്ധാർജിത സ്വത്തുക്കളെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയാൽ മുഖല്ലഫൂൻ പറയും, ദറൂന നത്തബിഉക്കും. ദറൂന എന്ന് പറഞ്ഞാൽ എന്താ? ദറൂന എന്ന് പറഞ്ഞാൽ ഉത്രുക്കൂന, ദറൂന ഞങ്ങളെ വിട്ടേക്കൂ, ദറൂന ഞങ്ങളെ വിടൂ, ഉപേക്ഷിക്കൂ. നത്തബിഉക്കും, നത്തബി ഞങ്ങൾ അനുധാവനം ചെയ്യട്ടെ, പിൻപറ്റട്ടെ, കും നിങ്ങളെ. ദറൂന നത്തബിഉക്കും ഞങ്ങൾ നിങ്ങളെ പിൻപറ്റുവാൻ, പിന്തുടരുവാൻ ഞങ്ങളെ വിട്ടേക്കൂ. അതാണ് ദറൂന നത്തബിഉക്കും. യുരീദൂൻ അവർ ഉദ്ദേശിക്കുന്നു, യുരീദൂൻ അവർ ഉദ്ദേശിക്കുന്നു, മുഖല്ലഫൂൻ ഉദ്ദേശിക്കുന്നു, അൻ യുബദ്ദിലു, യുബദ്ദിലു എന്ന അൻ യുഗയ്യിറു മാറ്റിമറിക്കുവാൻ, മാറ്റുവാൻ, അവർ മാറ്റുവാൻ കലാം അള്ളാഹുവിൻ്റെ വചനത്തെ, അള്ളാഹുവിൻ്റെ കലാമിനെ. ഖുൽ പറയുക, ലൻ തത്തബിഊന, ലൻ തത്തബിഊന നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയില്ല, ലൻ തത്തബിഊന നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയില്ല, പിന്തുടരുകയില്ല, പിന്തുടരുകയില്ല. തത്തബിഊന നിങ്ങൾ പിൻപറ്റും, പിന്തുടരും. ഞങ്ങളെ ലൻ തത്തബിഊന നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയില്ല. കദാലിക്കും ഇതുപോലെയാണ് ഖാല അല്ലാഹു മിൻ ഖബൽ ഇതിനു മുമ്പ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഖാല അല്ലാഹു പറഞ്ഞു മിൻ ഖബൽ ഇതിനു മുമ്പ്. ഇത് പിന്നെ അതിൻ്റെ ചരിത്രം മനസ്സിലാകുമ്പോഴാണ് നമുക്കത് ഉൾക്കൊള്ളുക. നമ്മൾ പിന്നെ അറേബ്യൻ ഗോത്രങ്ങളിൽ നിന്ന് പിന്നെ മുഖല്ലഫീങ്ങളെ കുറിച്ച് പറഞ്ഞു. ആരാ മുഖല്ലഫീങ്ങൾ? ആരൊക്കെ പറഞ്ഞാണ്? അസ്ലം, അഷ്ജ, ഇതൊക്കെ ഗോത്രങ്ങളാണ്. ജുഹൈന, മുസൈന, മുസൈന താകൂടിയ, തയ്യബ്, ദീൽ, ഗിഫാർ, ഗിഫാർ ഈ ഗോത്രങ്ങൾ ആറെണ്ണല്ലേ. തയ്യബ് ഇവരാണ് മുഖല്ലഫൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലേക്ക് ഉംറക്ക് പോകുമ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങളെ നമ്മളെ കൂടെ പോരണം, നിങ്ങളെ നമ്മളുടെ കൂടെ പോരണം. ഇവർ കൂടെ പോരണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ കാരണം, ഇവർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ മക്കക്കാരെന്ത് ചെയ്യും? ഇവരുടെ ശുപാർശ സ്വീകരിച്ച് റസൂലുള്ളാഹിനെ ഉംറ ചെയ്യാൻ സമ്മതിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവരെന്ത് ചെയ്ത്? ഇവർ ഇങ്ങനെ വിചാരിച്ച് ലയ്യൻ ഖലിബർ റസൂൽ അൽ മുൻലാഹിലിഹിം അബദൻ, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ മുഖല്ലഫൂൻ പറഞ്ഞേക്കും, നിങ്ങൾ മഗ്നമുകൾ, ഗനീമത്തുകൾ സ്വീകരിക്കാൻ പുറപ്പെട്ടാൽ ഇവർ പറയും മുസ്ലിങ്ങളോട്, ദറൂന നിങ്ങൾ ഞങ്ങളെയും നത്തബിഉക്കും, ഞങ്ങളെയും നിങ്ങളുടെ കൂടെ വരാൻ വിട്ടേക്കൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മടങ്ങി വരുമ്പോൾ, ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് സൂറത്ത് ഇറങ്ങുന്നത്. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന വർത്തമാനത്തെക്കുറിച്ചുള്ള വചനങ്ങളാണ്. ഇത് സംഭവിച്ചിട്ടില്ല, സംഭവിക്കാനുള്ളതാണ്. ഈ കൂട്ടർ ഇനി എന്ത് ചെയ്യും? മുസ്ലിമീങ്ങൾ മദീനത്തെത്തിയിട്ടുണ്ട് എങ്കിൽ മുസ്ലിമീങ്ങൾ ഇനി ഗനീമത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പം ഇവർ വന്നിട്ട് പറയും, നിങ്ങൾ നമ്മളെ പിന്നെ പറ്റ ഒഴിവാക്കല്ലേ, ശരിയാണ്, ഉംറക്ക് വിളിച്ചപ്പോൾ ഞങ്ങൾ വന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിങ്ങൾ ഞങ്ങളെ കൂടെ കൂട്ടണം എന്ന് പറയും. എവിടേക്ക് പോകുമ്പോൾ? ഗനീമത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. ഇത് എവിടെയാണ് ഈ ഗനീമത്ത് എന്നുള്ളതാണ്. അത് ഖൈബറിലാണ്. മുസ്ലിമീങ്ങൾ ഖൈബറിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. ഹുദൈബിയ സന്ധി നടന്നത് ഏത് മാസത്തിലാണ്? ഹുദൈബിയ സന്ധി നടന്നത് ഹിജ്റയുടെ 6 ദുൽഖഅദ മാസത്തിലാണ്. 6 ദുൽഖഅദ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഖഅദ മാസം കഴിഞ്ഞ് പിന്നെ ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറത്തിൽ ഖൈബറിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തിനാ ഖൈബറിലേക്ക് പോകുന്നത്? ഖൈബറിൽ ആരാ ഖൈബറിലുള്ളത്? ഖൈബറിൽ ജൂതന്മാരാണ്. അതിൽ പ്രധാനികൾ ആരാ? പ്രധാനികൾ ബനു നദീർ ജൂതഗോത്രമാണ്. ബനു നദീർ ജൂതഗോത്രമാണ്.
ഈ ബനൂ നദീർ ജൂതന്മാരെ സിംഹഭാഗത്തെയും റസൂലുള്ള മദീനത്ത് നിന്ന് നാട് കടത്തിയാണ്. ഇവരെ ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് മദീനത്താണ് ഉണ്ടായിരുന്നത്. മദീനത്ത് നിന്ന് റസൂലുള്ള ഇവരെ നാട് കടത്തിയതാണ് എവിടേക്ക്? ഖൈബറിലേക്ക്. മദീനത്ത് നിന്ന് നാട് കടത്താൻ കാരണം എന്താ? ഇവർ മുസ്ലിമീങ്ങൾക്ക് തനി പാരയും റസൂലുള്ളാഹിനെ പലതവണ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മദീനയിൽ സുരക്ഷിതത്വം അതിന് ഭീഷണിയാണ്. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്? ഖൈബറിലേക്ക് നാട് കടത്തിയത്. അപ്പോൾ ഈ ബനൂ നദീറാണ് ഇവിടെ ഉള്ളത്, ഖൈബറിലുള്ളത്. അവരാണ് സിംഹഭാഗം. ഇവർ ഖൈബറിലെത്തിയിട്ട് പിന്നെ പണി എന്താണെന്നറിയാം? ഖൈബറിലെത്തിയിട്ട്, ഖൈബർ എന്ന് പറഞ്ഞാൽ നല്ല കൃഷിഭൂമിയാണ്. മാത്രമല്ല ഖൈബറിൽ കാലികൾ, അതേപോലെ തന്നെ ഖൈബറിൽ പിന്നെ പല വിഭവങ്ങളാണ്. വളരെ ധന്യമാണ് ഖൈബർ. ഈ ബനൂ നദീർ അവരുടെ സ്വത്ത് അവരെന്ത് ചെയ്യും? അറേബ്യൻ ഗോത്രങ്ങൾക്ക് വീതം വെക്കും. എന്തിന്? അവർ മദീനക്കെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ സംഘടിക്കാൻ വേണ്ടിയിട്ട്. അഹ്സാബ് യുദ്ധം ഉണ്ടല്ലോ, കിടങ്ങ് യുദ്ധം. അഹ്സാബ് യുദ്ധം ഹിജ്റയുടെ 4 കിടങ്ങ് യുദ്ധത്തിൻ്റെ കാരണം ഈ ബനൂ നദീറാണ്. ഇവർ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ഇവരെന്ത് ചെയ്ത്? ഇവർ സഖ്യസേനയെ ഉണ്ടാക്കി അവരുടെ പൈസ കൊണ്ട്. ഖൈബറിൽ വിളയുന്ന കാരക്കയുടെ സിംഹഭാഗം അവരെന്ത് ചെയ്ത്? അവരെ അറേബ്യൻ ഗോത്രങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത്. ഇവർ മക്കയിൽ ചെന്ന് എന്നിട്ട് ഖുറൈശികളെ ആദ്യം ചട്ടം കെട്ടി. എന്നിട്ട് പിന്നെ പ്രമുഖ അറേബ്യൻ ഗോത്രങ്ങളിലേക്ക് ഇവർ ചെന്ന് എന്നിട്ട് അവരോടൊക്കെ എന്ത് ചെയ്ത്? വാഗ്ദാനം ചെയ്ത്, ഇത്ര കാരക്ക നിങ്ങൾക്ക് തരാം, ഇത്ര കാരക്ക നിങ്ങൾക്ക് തരാം, ഇന്നത് തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്? അവരൊക്കെ ചട്ടം കൂട്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ അഹ്സാബ് യുദ്ധം പറയുന്നുണ്ടല്ലോ, അഹ്സാബ് യുദ്ധം. ആ അഹ്സാബ് പറഞ്ഞ പേര് സഖ്യസേന എന്നാണ്. സഖ്യസേന. അങ്ങനെയാണ് ഈ ജൂതന്മാരാണ് ആ സഖ്യസേനക്ക് രൂപം കൊടുക്കുന്നത്. അങ്ങനെ സഖ്യസേന 10,000 പേർ അവർ മദീനയിൽ വരികയാണ്. ആ സഖ്യസേനയെ മദീനയിൽ ചേർക്കാൻ ഒരു വകുപ്പില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവർ നടന്നു പോയാൽ മതി മദീനയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? സഖ്യസേനയെ എങ്ങനെ ചേർത്തത്? മദീനയിൽ വലിയ കിടങ്ങ് കീറിയിട്ട് അവരെ ചെറുക്കേണ്ടി വന്നത്. ആ കിടങ്ങ് കീറിയ യാതനകൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ ചരിത്രത്തിൽ വലിയ സംഭവം. റസൂൽ 2 കല്ലൊക്കെ വെച്ചിട്ടിന്നറില്ലേ? ആ സംഭവമാണ് ഖന്തക്ക് കിടങ്ങ്. അതാണ് ഖന്തക്ക്. പിന്നെ അതാണ് അഹ്സാബ് യുദ്ധം. ആ കിടങ്ങ് കീറാൻ വേണ്ടിയിട്ടാണ് റസൂൽ അത്രയും പ്രയാസപ്പെട്ടത്. ഇതര സഹാബികളൊക്കെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ആ സഖ്യസേനയെ ഒരുമിച്ച് കൂട്ടിയതാരാണ്? ഈ ബനൂ നദീറാണ്. ആ ബനൂ നദീറാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്, ഖൈബറിലുള്ളത്. അവരുടെ പണി ഖൈബറിൽ അവർക്ക് കുറേ കോട്ടകളാണ്. ആ പിന്നെ കോട്ടകളിൽ അവർ തമ്പടിക്കും. അവർ വളരെ പിന്നെ കൃഷിയിടങ്ങളും അതേപോലെ തന്നെ കാലികളുള്ളൊരു കൗമാണ്. അവരെന്ത് ചെയ്യണം? അവരുടെ സമ്പത്ത് കൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ, മുസ്ലിങ്ങൾക്കെതിരിൽ അവരെന്ത് ചെയ്യാണ്? അറേബ്യൻ ഗോത്രങ്ങളെ പ്രലോഭിപ്പിച്ചും അതേപോലെ തന്നെ പ്രീണിപ്പിച്ചും അവർ സംഘടിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ നിന്ന് മടങ്ങി വന്നിട്ട് മുഹറം മാസത്തിൽ ഖൈബറിലേക്ക് തിരിച്ചു. ഞാൻ പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെത് ഒരു അന്യായ യാത്രയല്ല എന്നുള്ളത് അറിയിക്കാനാണ് ഈ ചരിത്രം മനസ്സിലാക്കണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അത് വളരെ അനിവാര്യവും അത്യന്താപേക്ഷിതവുമായിട്ടുള്ളൊരു പുറപ്പാടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെത്തിയപ്പോൾ ഫജറിന് മുമ്പാണ് എത്തുന്നത്. ഖൈബർ പറഞ്ഞാൽ കുറേ കോട്ട. ആരെങ്കിലും ഖൈബർ പോയിക്കണ? ഖൈബർ കോട്ടകൾ കണ്ടിണ? ഇപ്പോഴും ഉണ്ട് ഖൈബറിൽ. പിന്നെ ആ കോട്ടകളുടെ അവശിഷ്ടങ്ങൾ, പിന്നെ ഇവിടുത്തെ ഈ പുരാവസ്തു സംരക്ഷിക്കുന്ന വിഭാഗം അതിനെ കുറേ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഏതായാലും മദീനയിൽ നിന്ന് 120 കിലോമീറ്റർ വടക്ക് ഭാഗത്താണ് അല്ലേ? വടക്കല്ല, പടിഞ്ഞാറ് ഭാഗത്താണ് ഖൈബറുള്ളത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഖൈബർ സ്ഥിതി ചെയ്യുന്നത്. 120 കിലോമീറ്ററാണ് ദൂരം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെത്തി. ഖൈബറിൽ കുറേ കോട്ടകളാണ്. ദാഇം, അതേപോലെ ഖൽസൂം, അതേപോലെ സഅബ്, സലാലിം, ഇങ്ങനെ കുറേ കോട്ടകളാണ്. ഫജറിൻ്റെ ടൈമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തി. റസൂൽ എത്തിയത് അവരറിയില്ല. അങ്ങനെ നേരം പുലർന്നോ സുബഹിയൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് ഇങ്ങനെ എത്തി നിൽക്കുമ്പോഴാണ് ഓല് കോട്ടയിൽ നിന്ന് കണ്ട് ഇറങ്ങുന്നത്. അവരുടെ പിന്നെ മൺവെട്ടിയും കൊട്ടയൊക്കെ ഏറ്റിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കൃഷി സ്ഥലങ്ങളിലേക്ക്. അപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന അവർ അറിയണത്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അവർ ഇതാ മുഹമ്മദ് സൈന്യവുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ആർത്ത് കൂവി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അക്ബർ ഖരീബത്ത് ഖൈബർ പിന്നെ നസൽനാ ബിസാഹത്തി ഖൗമിൻ ഫസാഅ സബാഹുൽ മുൻദിരീൻ എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവിടെ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ സൈന്യത്തെ നിയോഗിക്കുകയാണ്.
കോട്ടകളാണല്ലോ, ഓരോ കോട്ടകളിലേക്കും അതിൻ്റേതായ സൈന്യങ്ങളെ വിഭജിക്കുകയും നിയോഗിക്കുകയും ചെയ്യണം. ഖൈബറിനെ സംബന്ധിച്ചിടത്തോളം ഖൈബർ ഫലഭൂയിഷ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ സമ്പൽ സമൃദ്ധാണ്. അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹു ഖൈബറിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന് പകരം എന്ന് പറയാതെ സയഖൂലുൽ മുഖല്ലഫൂൻ, പിന്തി നിന്നവർ പറയും, ഇദന്തലഖ്തും ഇലാ മഗാനിം, ഗനീമത്ത് സ്വത്തുക്കളിലേക്ക് നിങ്ങൾ പോയാൽ. ഒരു ശത്രുവിനെ കണ്ടുമുട്ടിയിട്ട് യുദ്ധം ചെയ്യുന്നതിന് പോകുന്നതിന് എന്ന് പറയാതെ ഗനീമത്ത് സ്വത്തുക്കളിലേക്ക് പോയാൽ എന്ന് പറയുന്നത് അതാണ്. കാരണം അവിടെ ശത്രുക്കൾ ജൂതന്മാരാണ്. ജൂതന്മാർ മറ്റേ അറേബ്യൻ ഗോത്രത്തിൻ്റെ മാതിരിയല്ല. അവർ നേരിട്ടൊരു അറ്റാക്കിന് വരില്ല. അവരത്ര ഭീരുക്കളാണ്. അവരുടെ പണി എന്താണ്? അവർ കോട്ടക്കുള്ളിലാണ്ട് വിളിക്കും. മദീനത്തുണ്ടായിരുന്ന ജൂതന്മാരാണ് ഇവർ. മദീനത്ത് ബനു ഖുറൈദ, ബനു നദീർ, ബനു ഖൈനുഖ 3 ജൂതഗോത്രങ്ങളാണ്. അവരുടെ പണി എന്താ? അവർ കോട്ടൻ്റെ ഉള്ളിലാണ്ട് വിളിക്കും. പിന്നെ അവരെ ഉപരോധിക്കുക ചെയ്യണത്. അങ്ങനെ ഉപരോധം മൂത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? പിന്നെ സന്ധിക്ക് തയ്യാറാകും. നിങ്ങൾ പറയുന്ന വ്യവസ്ഥക്ക് ഞങ്ങൾ ഇതാക്കി ഒതുങ്ങിയിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സന്ധി വ്യവസ്ഥക്ക് ഇറങ്ങുകയാണ് ചെയ്യാം. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യണ? സന്ധി വ്യവസ്ഥയിലൂടെ നാട് കടത്തുന്നത്. ഖൈബറിൽ ചില സന്ദർഭങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലതും ഇങ്ങനെ അവർ കീഴൊതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നുള്ള ഇതാണ് പിന്നെ മുഖല്ലഫൂങ്ങൾ, പിന്തി നിന്നവർ പറയും, ഇദന്തലഖ്തും ഇലാ മഗാനിം, ഖൈബറിലെ യുദ്ധാർജിത സ്വത്തുക്കൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയാൽ അതാണ് ലിതഖുദുഹ ദറൂന നത്തബിഉക്കും, ഈ പിന്തി നിന്നവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് പറയും. കാരണം ഉംറക്ക് പോകുമ്പോഴല്ല ഖൈബർക്ക് പോണത്. ഉംറക്ക് പോകുമ്പോൾ എന്താ പ്രത്യേകത? ഈ പിന്തി നിന്നവർ പറയണത് എന്താ? എവിടേക്കാ പോണത്? ഒരിക്കലും റസൂലും വിശ്വാസികളും മടങ്ങൂല, അതുകൊണ്ട് നമുക്ക് പോകണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇവിടെ പോയാൽ ഖൈബർ പോയിട്ടുണ്ടെങ്കിൽ വല്ല ചില്ലാനവും തടയും, അല്ലേ? അങ്ങനെ പറയാം, വല്ല ചില്ലാനവും തടയും. അതുകൊണ്ട് തന്നെ ആ ചില്ലാനം തടയാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം? അതിനൊരു മുടക്കും ഇവർക്കില്ല. ഓൽക്ക് കൂടെ പോകണം. അതാണ് ദറൂന നത്തബിഉക്കും യുരീദൂൻ അൻ യുബദ്ദിലു കലാമല്ലാ, യുരീദൂൻ അവർ ഉദ്ദേശിക്കുന്നു, അൻ യുബദ്ദിലു കലാമല്ലാ, അള്ളാഹുവിൻ്റെ കലാമിനെ മാറ്റിമറിക്കാൻ. അതെന്താ? ഖൈബറിലേക്ക് മുസ്ലിം സൈന്യം പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞിരുന്നു, റസൂലുള്ളാഹിൻ്റെ കൂടെ മദീനത്ത് നിന്ന് ഉംറക്ക് പോയവരുണ്ടല്ലോ, അവരെ എവിടേക്ക് പോകാവൂ? ഖൈബർക്കും പോകാവൂ. കാരണം അള്ളാഹ്ക്ക് അറിയാം ഖൈബറിൽ ചെന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. ഖൈബറിൽ എന്ത് എന്നുള്ളത് അള്ളാഹുവിനറിയാം, ഫ്യൂച്ചറാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ വഹിയാണ്, ഖൈബറിലേക്കും ആരെ പോകാവൂ? റസൂലുള്ളാഹിൻ്റെ കൂടെ ഉംറക്ക് പുറപ്പെട്ട ആളുകളെ പോകാവൂ. എത്ര പേരാ ഉംറക്ക്? 1400 പേര്. 1400 പേരാണ് എവിടേക്കും? ഖൈബറിലേക്കും. കാരണം ഖൈബറിൽ നിന്നുള്ള വരുമാനം അത് ആർക്ക് കിട്ടണം? ഉംറക്ക് റസൂലുള്ളാഹിൻ്റെ കൂടെ പുറപ്പെട്ട ഈ 1400 പേർക്ക് കിട്ടണം. അങ്ങനെ അവരതിന് അർഹരാണ്. കാരണം അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ നേരെ അവർ കരാറ് ചെയ്തു, മരിക്കാൻ അവർ തയ്യാറായി, ക്ഷമിക്കാൻ അവർ തയ്യാറായി. റസൂലുള്ളാഹിനെ തൊട്ട് ഞങ്ങൾ ഓടൂല്ല എന്നുള്ള ഉറപ്പിൽ അവരെന്ത് ചെയ്ത്? ബയ്യത്ത് ചെയ്ത്. അപ്പോൾ അവർ അർഹിക്കുന്നവരാണ്. ആ അർഹതക്കുള്ള അംഗീകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അവരെവിടെ കൊണ്ടുപോകണം? അവരെ മാത്രം എവിടെ കൊണ്ടുപോകണം? ഖൈബറിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഖൈബറിലെ മഗ്നമുകൾ അത് ആർക്ക് മാത്രം കൊടുക്കണം? അവർക്ക് വീതിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. അത് അവർക്ക് മാത്രമല്ല, കുറച്ച് ആളുകൾക്ക് വേറെയും കൊടുത്തിട്ടുണ്ട്, നമുക്കത് പറയാം. അപ്പോൾ ഖൈബറിലേക്ക് ഇവരെ കൊണ്ടുപോകണം. ആരെ? പിന്നെ ഉംറയിൽ പങ്കെടുത്തവരെ, ഉംറത്തുൽ ഖദായിലല്ല, ഉംറക്ക് പുറപ്പെട്ടപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ പുറപ്പെട്ടവരെ കൊണ്ടുപോകണം. യുദ്ധാർജ സ്വത്തുക്കൾ അവർക്ക് കൊടുക്കും ചെയ്യണമല്ലോ. ഇത് അള്ളാഹിൻ്റെ വാക്കാണ്. യുരീദൂൻ, ഈ പിന്തി നിന്നവർ ഉദ്ദേശിക്കുന്നു, ആ യുബദ്ദിലു കലാമല്ലാഹ്, അള്ളാഹുവിൻ്റെ ഈ കലാമിനെ മാറ്റിമറിക്കാൻ. അള്ളാഹിൻ്റെ കലാമിനെ മാറ്റിമറിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ പറയും. അള്ളാഹു പറഞ്ഞത് എന്താ? മുഖല്ലഫീങ്ങൾ എവിടെ കൊണ്ടുപോകരുത്? ഖൈബറിലേക്ക് കൊണ്ടുപോകരുത്. ആരെ മാത്രം കൊണ്ടുപോയാൽ മതി? ഉംറക്ക് പുറപ്പെട്ട ആളുകളെ മാത്രം കൊണ്ടുപോയാൽ മതി. അതാണ് അള്ളാഹിൻ്റെ കലാം. അതിനെ മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉംറക്ക് പോയാലും കുറച്ചൊക്കെ മാറ്റി നിർത്തിയാലും ഞങ്ങളെ കൂടെ നിങ്ങൾ കൊണ്ടുപോയി എന്നതാണ് അവരുടെ പിന്നെ രീതി. അത് അള്ളാഹിൻ്റെ കലാമിനെ മാറ്റി മറിക്കലാണ്. അതാണ് ഇവിടെ പറയുന്നത് യുരീദൂന യുബദ്ദിലു കലാമല്ലാഹ്. യുരീദൂന യുബദ്ദിലു കലാമല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമിനെ മാറ്റുവാൻ അവർ ഉദ്ദേശിക്കുന്നു. നമ്മൾ പറഞ്ഞു എന്താ അള്ളാഹുവിൻ്റെ കലാമ്? ഖൈബറിലേക്ക് ആരാ പോകേണ്ടത്? റസൂലുള്ളാഹിൻ്റെ കൂടെ ഉംറക്ക് പോയവരാണ്, അല്ലേ? ആ കലാമിനെ മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയാണ്, ഖുൽ, പറയുക, ലൻ തത്തബിഊന,
ലൻ തത്തബിയൂന, നിങ്ങൾ ഞങ്ങളെ പിന്തുടരുകയില്ല. ലന്നല്ല പ്രയോഗിച്ചു, ഒരിക്കലും പിന്തുടരില്ല എന്നർത്ഥം. നിങ്ങൾ ഞങ്ങളെ ഒരിക്കലും പിന്തുടരുകയില്ല. കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബൽ, കദാലിക്കും അതുപോലെയാണ്, ഖാലല്ലാഹ് അള്ളാഹു പറഞ്ഞു, കദാലിക്കും അപ്രകാരമാണ്, അപ്രകാരം അതുപോലെ ഖാലല്ലാഹു അള്ളാഹു പറഞ്ഞിരിക്കുന്നു, മിൻ ഖബൽ ഇതിനു മുമ്പ്. എന്താ പറഞ്ഞത്? പറഞ്ഞത് രണ്ട് കാര്യമാണ്. ഒന്ന് ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് അതാർക്കുള്ളതാണ്? ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് അത് ഉംറക്ക് പുറപ്പെട്ടവർക്കുള്ളതാണ് എന്നത് അതാണ്. കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബൽ, അള്ളാഹു ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തേത് കദാലിക്കും ഇതുപോലെ, ഏതുപോലെ? ലൻ തത്തബിഊന, നിങ്ങൾ ഞങ്ങളെ പിന്തുടരുകയില്ല എന്നത് അതാണ് കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബൽ, അള്ളാഹു മുമ്പ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബൽ, ഇതിനു മുമ്പ് അള്ളാഹു ഇതുപോലെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? രണ്ട് കാര്യമാണ്. ഒന്ന്, ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് അതാർക്കുള്ളതാണ്? അത് റസൂലുള്ളാഹിന്റെ കൂടെ ഉംറക്ക് റസൂലുള്ളാഹി ക്ഷണിച്ചപ്പോൾ പുറപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് മാത്രമുള്ളതാണ് എന്നത് അള്ളാഹു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പിന്തുടരുകയില്ല എന്നത് ഖാലല്ലാഹു മിൻ ഖബൽ, അള്ളാഹു ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഖൈബറിലേക്ക് പോകേണ്ടത് ആരാണ്? അത് ഉംറക്ക് പുറപ്പെട്ടവർ മാത്രമാണ് എന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പോൾ യുരീദുന യുബദ്ദിലു കലാമല്ലാഹ് ഖുൽ ലൻ തത്തബിഊന കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബൽ. മനസ്സിലായ? രണ്ടാലും ഒരു ഉദ്ദേശമാണ് മുഫസ്സിരീങ്ങളിൽ പറഞ്ഞത്. കും എന്നുള്ളത് ദാലിക്കും എന്ന് പറയാൻ കാരണം, പിന്നെ ആരോടാണോ സംസാരിക്കുന്നത് അവരുടെ എണ്ണത്തിനനുസരിച്ചാണ് ഈ ദമീറിൽ വ്യത്യാസം വരിക. അപ്പോൾ ദാലിക്ക ഒരാളോടാണ് പറയുമ്പോൾ, ഒരു സംഗതിയെ കുറിച്ചിട്ട് ഒരാളോട് പറയുമ്പോൾ ദാലിക്ക എന്ന് പറയും. രണ്ടാളുകളോടാണെങ്കിൽ ദാലിക്കുമ എന്ന് പറയും. കുറേ ആളുകളോടാണ് ഒരു സംഗതിയെക്കുറിച്ച് പറയുന്നതെങ്കിൽ ദാലിക്കും എന്ന് പറയും. മനസ്സിലായില്ല? അങ്ങനെയാണ് ഇവിടെ ദമീറിനെ തീരുമാനിക്കുക. പിന്നെ ദാലികുന്നല്ലദീലും തുന്നനിഫി എന്ന് പറഞ്ഞേ, ഏതിവിടെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ സ്ത്രീകൾ പട്ടണത്തിൽ സംസാരിച്ചല്ലോ. അപ്പോൾ പിന്നെ അസീസിൻ്റെ ഭാര്യനെ കുറിച്ചാണ് സ്ത്രീകൾ പറഞ്ഞത്. പിന്നെ അസീസിൻ്റെ പെണ്ണ് തുറാവിദ് ഫതാഹ, വീട്ടിലെ ബാല്യക്കാരനെ പിന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പട്ടണത്തിലെ പെണ്ണുങ്ങൾ പറഞ്ഞു വരുത്തിയപ്പോൾ ഇതാ പെണ്ണുങ്ങളാണ്ട് വിളിച്ച് പെരേക്ക്. എന്നിട്ട് അവരടുത്ത് ആപ്പിളും എടുത്ത് കത്തിയും കൊടുത്ത്. എന്നിട്ട് യൂസുഫിനെ അവരുടെ മുന്നിലൂടെ നടത്തിയപ്പോൾ ആകെ പെണ്ണുങ്ങൾ അന്തം വിട്ടിട്ട് എന്ത് ചെയ്ത്? ഹാഷാലില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൈമുറിച്ചില്ലേ? കൈമുറിച്ച്. അപ്പോൾ ഈ പിന്നെ അസീസിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, ദാലിക്കുന്നല്ലതി ദാലിക്കുൻ, അവിടെ കുന്ന എന്ന് പറയാൻ കാരണം സംബോധന ആരോടാണ്? കുറേ പെണ്ണുങ്ങളോടാണ്. അപ്പോൾ അതേപോലെയാണ് ഇവിടെ ദമീറിൻ്റെ പ്രയോഗം. അതാണ് ഇവിടെ കുറേ ആളുകളോടാണ് പറയുന്നത്. ഈ മുഖല്ലഫൂന് കുറേ അല്ലേ? അതാണ് കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബൽ. അപ്പൊ ഖുൽ ലൻ തത്തബിഊന കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബൽ എന്ന് മുഖല്ലഫീങ്ങളോട് നിങ്ങൾ പറഞ്ഞാൽ ഫസയഖൂലൂൻ, ഇതൊക്കെ ഫ്യൂച്ചറിൽ നടക്കാൻ പോണല്ലേ. ഫസയഖൂലൂൻ, അങ്ങനെ അവർ പറഞ്ഞാൽ, ഇത് ഫാഉൽ ഫസീഹ, ഇങ്ങനെ അവരോട് പറഞ്ഞാൽ അപ്പോൾ സയഖൂലൂൻ അവർ പറഞ്ഞേക്കും, ബൽ തഹ്സുദൂനന, ഇത് അള്ളാഹു മുമ്പ് അങ്ങനെ പറഞ്ഞൊന്നല്ല, പിന്നെയോ ബൽ പ്രത്യുത തഹ്സുദൂനന, മുസ്ലിമീങ്ങളെ നിങ്ങൾ ഞങ്ങളോട് അസൂയ കാണിക്കുകയാണ് എന്ന് പറയും. തഹ്സുദൂൻ, നിങ്ങൾ അസൂയ കാണിക്കുന്നു നാ ഞങ്ങളോട്. തഹ്സുദൂൻ ആണ് നിങ്ങൾ തന്നെ ആരാ? നിങ്ങൾ മുസ്ലിമീങ്ങൾ. നാ എന്ന് പറഞ്ഞാൽ ആരാ? മുഖല്ലഫുകൾ. അപ്പൊ ഇത് അവരോട് ലൻ തത്തബിഊന കദാലിക്കും ഖാലല്ലാഹു മിൻ ഖബൽ എന്ന് പറഞ്ഞാൽ ഫസയഖൂലൂൻ, ഈ പിന്തി നിന്ന അറാബികൾ പറയും, ബൽ അള്ളാഹു ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, തഹ്സുദൂനന, നിങ്ങൾ ഞങ്ങളോട് അസൂയ കാണിക്കുകയാണ്. അതായത് ഞങ്ങളും ഖൈബറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും അവിടുന്ന് എന്ത് കിട്ടും? സ്വത്ത് കിട്ടും. അപ്പോൾ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അസൂയ കൊണ്ട് പറയാൻ നിങ്ങൾ എന്നവർ പറയും. ബൽ തഹ്സുദൂനന, ബൽ
കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ തഹ്സുദൂനന എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണേ എന്നാൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. എന്താ കാര്യം? ലാ യഫ്ഖഹൂൻ, ഈ ആറാബികൾ അവർ ഗ്രഹിക്കുന്നില്ല. കാനൂ ലാ യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കാത്ത ആളുകളാകുന്നു. കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. ലാ യഫ്ഖഹൂൻ, അവർ ഗ്രഹിക്കുന്നില്ല, ഇല്ലാ ഖലീല, വളരെ കുറച്ചല്ലാതെ. ഇങ്ങനെയുള്ളൊരു കൗമാണ് അവർ. കാനു അപ്പോൾ ലൻ തത്തബിഊന കദാലികും ഖാല അല്ലാഹു മിൻ ഖബൽ എന്നൊന്നും പറഞ്ഞിട്ട് അവരോട് കാര്യമില്ല. കാരണം എന്താ, അവർ വളരെ കുറച്ച് മാത്രമേ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവർ ഉള്ളൂ. അതിപ്പം മാത്രമല്ല, പിന്നെയോ കാനു അവർ അത് താവഴിയാണ്. എന്താ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും കയറാൻ കുറച്ച് പ്രയാസമാണ്. ബൽ കാനു ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല. ഇത് ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ വിഷയം. ഇനിയും ഖൈബറിൻ്റെ ചരിത്രങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെത്തി. ഖൈബറിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കോട്ടകൾ, നാഇം എന്ന് പറഞ്ഞിട്ടൊരു കോട്ട, അതാണ് ആദ്യം പിടിച്ചടക്കിയത്. പിന്നെ കൽമൂസ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ട, കൽമൂസ്, ഈ കോട്ട വളരെ ശ്രദ്ധേയമാണ്. പിന്നെ അസാബ് ഇബ്നു മുആദ് എന്ന് പറയും. പിന്നെ ഒരു കോട്ട സലാലിം, അതേപോലെ തന്നെ പിന്നെ ലത്തീഹ്, അങ്ങനെ കുറേ കോട്ടകളാണ് അവിടെ. ഇതൊക്കെ ഒരു മലൻ്റെ മുകളിൽ അവരുടെ കോട്ടകളാണ്. കോട്ടകൾ എന്ന് പറഞ്ഞാൽ അന്ന് ഈ പുരാവസ്തു കേന്ദ്രം കാണുമ്പോഴുള്ള കാഴ്ചയല്ല, പിന്നെയോ നല്ല സമൃദ്ധമായ കോട്ടകളാണ്. ഈ കോട്ടകളാണ് കീഴടക്കുന്നത്. അതിൽ കൽമൂസ് എന്നുള്ള കോട്ട, അത് പിന്നെ ബനു അബുൽ ഹഖീഖിൻ്റെ കോട്ടയാണ്. അബുൽ ഹഖീഖ് എന്ന് പറയുന്ന യഹൂദൻ്റെ മക്കളുടെ കോട്ടയാണ്, മനസ്സിലല്ലേ? അതിൽ ഈ കോട്ട കൈവശം കിനാനക്കായിരുന്നു. കിനാന ഇബ്നു റബീഅ് ബിൻ അബുൽ ഹഖീഖ്. ആരാ ഈ കിനാന ഇബ്നു റബീഅ്? ആരാന്ന് പറയാം? ആർക്കെങ്കിലും അറിയാം ഇതാരാണെന്ന്? കിനാന ഇബ്നു റബീഅ് ഇബ്നു അബുൽ ഹഖീഖ്. അയാളുടെ കയ്യിലായിരുന്നു ഈ കൽമൂസ് കോട്ട. ഇയാൾ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ പൊയ്ക്കണ്, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആരാ? സഫിയ ബിൻത് ഹുയൈ. സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവാണ് കിനാന ഇബ്നു റബീഅ് ഇബ്നു അബുൽ ഹഖീഖ്. ഈ സഫിയൻ്റെ ഭർത്താവായ കിനാന ഇബ്നു റബീഅിൻ്റെ കയ്യിലായിരുന്നു ഈ കൽമൂസ് കോട്ട, മനസ്സിലായില്ലേ? ഹുയൈ ഇബ്നു അഖ്തബിൻ്റെ പിന്നെ മരുവൻ, ഇബ്നു അബുൽ ഹഖീഖിൻ്റെ പിന്നെ പേരക്കുട്ടി. ആ കോട്ടയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വിജയിച്ച്, രണ്ടാമത് നായിം കഴിഞ്ഞിട്ട് ഇത്. അങ്ങനെ അവിടുന്ന് യുദ്ധാർജിത സ്വത്തുക്കൾ കിട്ടി, ബന്ദികളെ പിടികൂടി. അതിലൊരു ബന്ദിയായിരുന്നു ആര്? സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു തആല അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അവരെ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പിന്നെ എനിക്ക് തോന്നുന്നു ഉമ്മു സുലൈമിൻ്റെ കൂടെ പാർപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പിന്നെ ചോയ്സ് കൊടുത്ത്. അവർ വളരെ വളരെ, കാരണം ഇവർ പിന്നെ ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. യഹൂദനാണെങ്കിലും ഹാറൂൻ നബിയുടെ സന്താന പരമ്പരയിലാണ്. പിന്നെ വളരെ സുന്ദരിയായ സ്ത്രീയായിരുന്നു സഫിയ റളിയല്ലാഹു തആല അൻഹ. റസൂൽ അവർക്ക് ചോയ്സ് കൊടുത്ത്, ഒന്നുകിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളെ മടക്കി വിടാം, അതല്ല നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ വിവാഹം കഴിക്കാം, മനസ്സിലായില്ലേ? ദഹിയ ഇബ്നു കൽബ്, ദഹിയ ഇബ്നു ഖലീഫ അൽ കൽബിയുടെ ദഹിയ ഇബ്നു ഖലീഫ അൽ കൽബിയുടെ വിഹിതത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ദഹിയാണ് റസൂലുള്ളാഹിക്ക് സഫിയയെ കൈമാറുന്നത്. ഏതായാലും പിന്നെ അങ്ങനെ അവർ എന്ത് ചെയ്യാണ്, അവർ യഹൂദിയത്തിലേക്ക് മടങ്ങിപ്പോകാൻ സമ്മതിച്ചില്ല. അവർ ജൂതന്മാരുടെ കൂടെ പോകാനും തീരുമാനിച്ചില്ല. അവരെന്ത് ചെയ്ത് പിന്നെ മുസ്ലിങ്ങളുടെ കൂടെ ശേഷിക്കാൻ തീരുമാനിച്ച് അവർ ഇസ്ലാമിനെ തിരഞ്ഞെടുത്ത് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ, എനിക്ക് തോന്നുന്നത് ഉമ്മു സുലൈമിൻ്റെ കൂടെ പാർപ്പിച്ച് അവരുടെ ഇദ്ദയുടെ കാലം കഴിഞ്ഞതിന് ശേഷം റസൂൽ അവരെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്, ഭാര്യയായിട്ട് സ്വീകരിക്കാനുണ്ടായത് എന്നാണ്
ചരിത്രത്തിൽ വായിക്കാൻ സാധിച്ചത്. ഏതായാലും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച് അവർ റസൂലുള്ളാഹിനെ തിരഞ്ഞെടുത്തു. അതിൽ പിന്നെ ഈ അസ്സാബ് ബിൻ മുആദ്, സലാലിം, ലത്തീഹ് തുടങ്ങിയ കോട്ടകളൊക്കെ എന്ത് ചെയ്തു? മുസ്ലിമീങ്ങൾ കീഴ്പ്പെടുത്തി വലിയ ഒരു സമ്പത്തായിരുന്നു അന്ന് മുസ്ലിമീങ്ങൾക്ക് അന്ന് കൈവശം ഉണ്ടായത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഈ ഖൈബറിൻ്റെ തന്നെ ചരിത്രങ്ങൾ ചിലത് വരും. അതേപോലെ ഇനി വരാനുള്ളത് ഹുനൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ്. മനസ്സിലായില്ലേ? അതും ഈ മുഖല്ലഫുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹുനൈൻ്റെ ചരിത്രവും വരുന്നത്. അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.